പ്രശസ്തമായ നാഗമഠത്ത് തറവാട്ടിലെ മുത്തശ്ശിക്ക് പ്രായാധിക്യമായത് കാരണം അനന്തരാവകാശിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അതോടെ ആ തറവാട്ടിൽ ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ സ്വപ്നം കാണുന്ന ആളാകും മുത്തശ്ശിയുടെ പിന്മുറക്കാരിയെന്ന് പ്രവചിക്കപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വൈഷ്ണവിയിലേക്ക് നിയോഗം നീണ്ടുചെന്നു. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായങ്ങൾ തേടി. കാമുകനും കൂട്ടുകാരുമൊത്ത് തറവാട്ടിലെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ കൈപ്പിഴ മൂലം വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു നാഗം മൺപുറ്റിനുള്ളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. ദക്ഷകയുടെ വേഷമെടുക്കുന്ന നാഗം നാഗമഠത്തെ ഓരോരുത്തരെയും കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ സർവശക്തനായ ശിവനാഗം ദക്ഷകയുടെ വഴിമുടക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നാഗമഠത്തെ മുത്തശ്ശി കാത്തുസൂക്ഷിച്ച മുത്തച്ഛൻ കാവും തറവാടും ദക്ഷകയുടെ പൈശാചിക നീക്കങ്ങൾ മൂലം അംഗപ്പറമ്പാകുന്നു. രാക്ഷസിയും ദൈവവും മുഖാമുഖം കാണുന്ന അംഗം. എടാ രാഹുലെ, നീ നാഗങ്ങളെ വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുമ്പോ. സുന്ദർ, അങ്ങനെയൊന്നും പറയാതിരിക്കൂ. അപ്പോ നിന്റെ ജാതകത്തിൽ അങ്ങനൊന്നും ഇല്ലേ? ഡാ, ഇവളുടെ ജാതകത്തിൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കാര്യമാക്കുന്നില്ല. ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല. എനിക്ക് വിശ്വാസം ഇവളുടെ ജാതകമല്ല, ഇവളെയാണ്. ഇവളെ മാത്രമാണ് എനിക്ക് വിശ്വാസം. വൈഷ്ണവി, എന്തു വന്നാലും എനിക്ക് പ്രശ്നമില്ല. പാമ്പ് കൊത്തി ഞാൻ മരണപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. നിങ്ങൾ ഇതൊക്കെ സത്യമായിട്ട് എടുത്തിരിക്കുകയാണോ? ഇതിൽ സത്യം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോ ഈ കല്യാണാലോചന അലസിപ്പോവാൻ വേണ്ടി ഉണ്ണിയേട്ടൻ പറഞ്ഞ കള്ളക്കഥയാവാം, അല്ലെങ്കിൽ വൈഷ്ണവിയുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതും ആവാം. ഈശ്വർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിതേവരെ അറിയില്ല. അറിയില്ലെങ്കിൽ നിങ്ങളെ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. അതെ, ഉണ്ണിയേട്ടൻ പറഞ്ഞത് സത്യമാണെങ്കിൽ കൂടി അത് കാര്യാക്കണ്ട. അല്ലെങ്കിൽ വൈഷ്ണവിയുടെ ജാതകം തപ്പിയെടുത്ത് നമുക്ക് വായിച്ചു നോക്കിയാലോ? ഡാ, നീ ഇത് കൂടുതൽ വിശദീകരിച്ച് ചളവാക്കണ്ട. കാര്യം നടന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. ആ അതെ, ഇനി അതേക്കുറിച്ച് സംസാരിക്കേ വേണ്ട. അങ്ങനെയല്ല സ്വാതി, ഉണ്ണിയേട്ടനോട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കണം. നീ ഇനി അതേപ്പറ്റി ചോദിക്കണ്ട. അല്ല രാഹുൽ, ഉണ്ണിയേട്ടൻ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുകയല്ലേ. എനിക്ക് ഉണ്ണിയേട്ടനെ കണ്ടേ പറ്റൂ. ഞാൻ ഉണ്ണിയേട്ടനെ കണ്ടിട്ട് വരാം. ഇനി ഉണ്ണിയേട്ടനെ കണ്ടിട്ടെങ്ങാനും. അഹങ്കാരി, നീ അത്രയ്ക്കായോടാ? ഇങ്ങനെ ഒരു കള്ളത്തരം, ഒരു നാണമില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീ എന്തിനാ ഇത് മുടക്കിയത്? ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? വൈഷ്ണവി ഉണ്ണിയേട്ടനോട് എന്ത് തെറ്റ് ചെയ്തു? അവൾക്ക് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ നാണക്കേടായില്ലേ? നിന്നിൽ നിന്നും ഞങ്ങൾ ആരും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. മോനെ, ഈ ഇല്ലത്തെ ഒരു പെൺകുട്ടിയുടെ മംഗല്യല്ലേ നീ കാരണം മുടങ്ങിയത്? നീ ദേശക്കാരനാ, നിനക്ക് ദൈവത്തെ പോലും വിശ്വാസമില്ല. പക്ഷേ നീ സ്നേഹമില്ലാത്തവനാണെന്ന് മുത്തശ്ശി ഒരിക്കലും കരുതിയിട്ടില്ല. അങ്ങനെ ഒരു പ്രവൃത്തിയല്ലേ നീ ചെയ്തത്? ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി അവരെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യം എന്താ? നിന്റെ ഒരു കുഞ്ഞു പെങ്ങളല്ലേ അവള്. അവളോട് നീ ഇത് എന്തിനാ ചെയ്തത് ഉണ്ണി? ഉണ്ണി നമ്പൂരി മറുപടി പറയാത്തതെന്താ? പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റാണെന്ന് ഇവന് തോന്നാനോ? ഇവൻ എങ്ങനെ മറുപടി പറയും? ഇവൻ ആ പയ്യനെ വിളിച്ചോണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഉണ്ണിയേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തിനാ ഇത് ചെയ്തുന്നെങ്കിലും പറ. ഇവനെ പറയാൻ കഴിയില്ല. ഇവന് കുടുംബത്തിനെ മാനം കെടുത്തിയില്ലേ? എല്ലാരും അപമാനിച്ചില്ലേ? ഇവൻ തെറ്റിയുള്ള ശിക്ഷ ഇവനെ അനുഭവിക്കാം. നീ എന്തിനാടാ വൈഷ്ണവിയുടെ കല്യാണം മുടക്കിയത്? എനിക്കറിയില്ല. എനിക്കപ്പം അങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. എടാ, നാഗമഠത്തുകാരുടെ മാനം എന്താണ് നോക്കുന്നത്? ഇനി ഉണ്ണിയേട്ടനെ തല്ലണ്ട. ഇവരെ ഞാൻ വേണ്ട, ആരും തടയണ്ട. കൊല്ലട്ടെ, എന്നെ കൊല്ലട്ടെ, ആരും തടയണ്ട. നീ എന്നെ വെല്ലുവിളിക്കുന്നോടാ? ഏട്ടാ, വേണ്ട, മതി. ഇനി അവനെ തല്ലിട്ടെന്തിനാ? വൈഷ്ണവിയുടെ മുടങ്ങിപ്പോയ കല്യാണാലോചന ഇനി ശരിയാവുമോ? മോനെ ഉണ്ണി, വൈഷ്ണവിയുടെ കാര്യത്തിൽ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? മുത്തശ്ശിയോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറയാൻ എനിക്ക് മനസ്സില്ല. നീ ഒന്നും പറയണ്ട ഉണ്ണി. പക്ഷെ നീ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, വൈഷ്ണവിയോട് കാണിച്ച ഈ പ്രവൃത്തി നല്ലതാണോ എന്ന്. എന്റെ മനസാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല. മനസാക്ഷി പറഞ്ഞാ ഞാൻ ചെയ്തേ. അതെന്ത് കാരണത്താലെന്നാ ചോദിച്ചത്? വൈഷ്ണവിയോട് നിനക്ക് വിരോധമുണ്ടോ? എനിക്ക് ആരോടും വിരോധമില്ല. എനിക്ക് എന്നോട് തന്നെ വിരോധം. എന്താ ഉണ്ണിയേട്ട എങ്ങനെയൊക്കെ പറയുന്നത്?
ഉണ്ണിയേട്ടൻ എന്ത് കാരണത്താലാണോ അത് പറഞ്ഞത് അതിന്റെ ഭവിഷ്യത്ത് ഭാവിയിൽ അനുഭവിക്കേണ്ടത് വൈഷ്ണവിയാണ്. അവൾക്ക് ഇനിയൊരു കല്യാണാലോചന വരുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് ഉണ്ണിയേട്ടനെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, അതൊന്നും ഞാൻ ഓർത്തുമില്ല. മോനെ, ഇങ്ങനെ പറഞ്ഞ് നീ ഒഴിവാകരുത്. ഒരു പെണ്ണിന്റെ ഭാവിയല്ലേ നീ തകർത്തത്. വൈഷ്ണവിയുടെ കല്യാണം ഇനി എങ്ങനെ നടക്കും? നാഗമടത്തുകാർക്ക് നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടുവോ? നീ ഈ ചെയ്തത് വലിയ തെറ്റായി പോയി. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശങ്കുണ്ണി, വാടോ. മോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട. സാവിത്രി വരിക. എന്നാലും എന്റെ മോനെ, നമ്മുടെ വൈഷ്ണവിയോട് തന്നെ നീ ഇത് ചെയ്തു കളഞ്ഞല്ലോ. ഇനി നിനക്കെന്താ പറയാനുള്ളത്? എനിക്ക് എപ്പോഴും ഉണ്ണിയേട്ടനോട് പറയാനുള്ളത് മാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ. ഉണ്ണിയേട്ടന്റെ ഈ സ്വഭാവം മാറണം. സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം. ഉണ്ണിയേട്ടാ, എന്തിനാ വന്ന്? നിന്റെ കാര്യമൊക്കെ നടന്നില്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? ഉണ്ണിയേട്ടൻ എന്നോട് ക്ഷമിക്ക. നീ കരയണ്ട. നീ കരയാതിരിക്കാനാ ഞാൻ ഈ ആലോചന മുടക്കി. ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടനെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹിക്കണില്ല. പാവം, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം നുണ പറഞ്ഞു. അതിന് വേണ്ടുവോളം തല്ലും കിട്ടി. എത്ര തല്ലുകൊണ്ടിട്ടും ഉണ്ണിയേട്ടൻ എന്റെ പേര് പറഞ്ഞില്ല. ഇനി അതേപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തായാലും ആ കല്യാണാലോചന നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പൊളിഞ്ഞു പോയല്ലോ. പാവം ഉണ്ണിയേട്ടൻ എനിക്ക് വേണ്ടി കുറെ സഹിച്ചു. എന്താ വൈഷ്ണവി, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല രേണുവടുത്തി. ഒന്നുമില്ലാതെ കരയേണ്ട കാര്യം എന്താ? കല്യാണാലോചന മുടങ്ങിപ്പോയതുകൊണ്ടാണോ? അതിന് നീ കരയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് ഈ ആലോചനയോട് താല്പര്യമില്ലായിരുന്നല്ലോ. അതിനല്ല രേണുവടുത്തി ഇവള് കരഞ്ഞത്. കല്യാണാലോചന മുടക്കിയതിന് ഉണ്ണിയേട്ടനെ മുത്തശ്ശൻ തല്ലിയില്ലേ, ഇവൾ അതിന്റെ വിഷമത്തിലാ. ഉണ്ണിയേട്ടനെ തല്ലുകൊണ്ടതിന് ഇവളെന്തിനാ കരയുന്നത്? ഉണ്ണിയേട്ടൻ ഇവൾക്ക് വന്ന കല്യാണാലോചന മുടക്കിയ ആളല്ലേ? കല്യാണാലോചന മുടക്കാൻ ഇല്ലാ കഥകൾ പറഞ്ഞൊപ്പിച്ച ആളോട് നിനക്കെന്തിനാ എത്ര സഹതാപം? ഒരർത്ഥത്തിൽ ഉണ്ണിയേട്ടൻ നിന്നെ അപമാനിക്കല്ലേ ചെയ്തത്? ഉണ്ണിയേട്ടൻ അങ്ങനെയൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞതിന് മുത്തശ്ശൻ തല്ലണ്ടായിരുന്നു. നാളെ നിന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യല്ലേ അത്? അതിനെക്കുറിച്ച് മുത്തശ്ശന് അത്രയും വേവലാതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ തല്ലിയത്. ഉണ്ണിയേട്ടനെ മുത്തശ്ശൻ തല്ലിയതില് രേണുവടുത്തിക്ക് ഒരു വിഷമവും ഇല്ലേ? തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ? നിന്നെക്കുറിച്ച് ഉണ്ണിയേട്ടൻ പറഞ്ഞു പിടിപ്പിച്ച നുണക്കഥ എനിക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ മുത്തശ്ശൻ സഹിക്കും? നിന്റെ ഭാവിയെക്കുറിച്ച് ഉണ്ണിയേട്ടൻ ആലോചിച്ചോ? ആ സമയത്ത് ഉണ്ണിയേട്ടൻ വന്നത് നിനക്ക് ഉപകാരമായില്ലേ? രേണുവടുത്തി, ഇതൊക്കെ ഉണ്ണിയേട്ടൻ സ്വയം പറഞ്ഞതാണോ അതോ നീ ഉണ്ണിയേട്ടനെ കൊണ്ട് പറയിച്ചതാണോ? രേണുവടുത്തി, അങ്ങനെ ഒരു നാടകമൊന്നും ഇതിന്റെ ഇടയിൽ നടന്നില്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞത്, വൈഷ്ണവിയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. എന്തായാലും നടന്നത് നടന്നു. നാഗമടത്തുകാർക്ക് ക്ഷീണം ഉണ്ടായത്. ഇനി ഇതെല്ലാം മറന്നേക്ക്. വൈഷ്ണവി, രേണുവടുത്തിക്ക് നമ്മുടെ നീക്കത്തിൽ എന്തോ സംശയം വന്നിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ രേണുവടുത്തി ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഇനി നമുക്ക് ആ കാര്യം സംസാരിക്കണ്ട. നാഗമടത്തുകാരെ തൊടാൻ തടസ്സമായി നിൽക്കുകയാണ് ശിവനാഗം. ശിവനാഗമേ, എപ്പോഴും നിനക്കെന്നെ തടഞ്ഞു നിർത്താനും തോൽപ്പിക്കാനും ആവില്ല. മറഞ്ഞു നിന്നുകൊണ്ടുള്ള ആക്രമണം ദക്ഷയ്ക്ക് മാറ്റുകയാണ്. ഇനിയെല്ലാം നേരിട്ടാണ്. ആ നാടകമാണ് ദക്ഷയ്ക്ക് ഇനി കളിക്കാൻ പോകുന്നത്. ഈ രൂപത്തിൽ നാഗമടത്ത് മനയുടെ അകത്തേക്കാണ് ദക്ഷയ്ക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ആ സമയം നാഗമടത്തുകാരുടെ സർവനാശത്തിന് തുടക്കം കുറിക്കപ്പെടും.
നാഗമടുത്ത് മനിയും നാഗമടുത്തുകാരും ദക്ഷകിയുടെ ഈ വിരൽ തുമ്പിൽ കിടന്ന് കറങ്ങണം. അതിനുള്ള പദ്ധതിയാണ് ഇനി ആരംഭിക്കേണ്ടത്. രാഹുലിനോട് ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. അമ്മുക്കുട്ടി പോയി അവനോട് പറഞ്ഞിട്ടുണ്ടാവോ? കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് നോക്കാം. എന്റെ പുതിയ തന്ത്രം ഇവളിലൂടെ തന്നെയാകട്ടെ. അമ്മുന്റെ ശബ്ദമല്ലേ അത്? അവൾക്ക് എന്ത് പറ്റി? ഇവിടെ നിന്നാണല്ലോ അമ്മുന്റെ കരച്ചിൽ കേട്ടത്. പക്ഷെ ഇവിടെ കാണുന്നില്ലല്ലോ. ഈശ്വര, ഇനി അമ്മ കുളത്തിൽ വീണോ? എനിക്ക് നീന്താനും അറിയില്ലല്ലോ. അമ്മോ, 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 അമ്മോ. ഇനി എന്റെ ജോലി എളുപ്പമായിരിക്കുന്നു. അമ്മോ, അമ്മോ, ഈശ്വര, അമ്മോ. വാ, കയറി വരൂ. നിങ്ങളാരാ? ഞാൻ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, രക്ഷപ്പെട്ടല്ലോ. ഇവിടേക്ക് വരുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. എന്ന് ഞാൻ പോട്ടെ. അയ്യോ വൈഷ്ണവി, എന്താ പറ്റിയേ? വൈഷ്ണവി, വൈഷ്ണവി, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. കാല് തെറ്റ് വെള്ളത്തിൽ വീണതാ കല്യാണി. വാ, കേറ്. സൂക്ഷിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ചെന്നപ്പോ കുളത്തിന്റെ കരയിലിരിക്കുന്നത് കണ്ടു. നന്നായി വെള്ളം കുടിച്ചിട്ടുണ്ട്. മോളെ, നീ എന്ത് ശ്രദ്ധിക്കാതെ നടന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? തനിച്ച് കൊളക്കരയിലേക്ക് നീ പോയത് എന്തിനാ? അവിടെ നിന്നൊരു കുട്ടിയുടെ നിലവിളി കേട്ടപ്പോ അത് നമ്മുടെ അമ്മുവാണെന്ന് കരുതി ചെന്നതാ. എന്തായാലും തക്ക സമയത്ത് ആ പെൺകുട്ടി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. ആ പെൺകുട്ടി ഏതാ? എവിടെയുള്ളതാ? നീ അവളോടൊന്നും ചോദിച്ചില്ലേ? കൊറേ വെള്ളം കുടിച്ചു രേണുവെടുത്തി. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റിയില്ല. നോർമലായി വന്നപ്പോഴേക്കും ആ കുട്ടി അവിടെ എങ്ങും കണ്ടില്ല. കല്യാണി, നീയും കണ്ടില്ലേ? ഞാൻ കണ്ടില്ല മുത്തശ്ശ. ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഏതെങ്കിലും പെൺകുട്ടിയാവാം. എവളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയതായി കൂടെ. ഏതായാലും ആ പെൺകുട്ടി നാഗത്താന്മാരുടെ അനുഗ്രഹത്താൽ അപ്പ അവിടെ എത്തിയതാണ്, അതുറപ്പാ. അവരെന്റെ മോളെ ആപത്തിന്ന് രക്ഷിച്ചല്ലോ, അതെന്നെ ഭാഗ്യം. എന്നാലും അമ്മുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് നീ കൊളക്കടവിലെത്തിയപ്പോ അമ്മുക്കുട്ടി അവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ കരഞ്ഞതാരാ? അമ്മുക്കുട്ടി കരയുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ എവിടെ നിന്നാന്ന് മനസ്സിലായില്ല. കൊളക്കരയിൽ നിന്നാണെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് പോയത്. കാവിലോ മറ്റോ തൊഴാമെന്ന് ഏതെങ്കിലും കുട്ടി നിലവിളിച്ചതായിരിക്കും. ഇവൾ അമ്മുവാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചതായിരിക്കാം. വൈഷ്ണവി, നീ കാല് വഴുതി വീണ തന്നെയാണോ? അതെനിക്ക് നല്ല ഓർമ്മയില്ല രേണുവെടുത്തി. വെള്ളത്തില് കുമ്പള കണ്ടപ്പോ ഞാൻ കരുതി അമ്മുക്കുട്ടി കുളത്തിൽ വീണതാന്ന്. ആ ടെൻഷനില് ഞാൻ കാല് വഴുതി വീണതായിരിക്കാം. എപ്പോഴും ഇവിടെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ മുത്തശ്ശി. മേലെടുത്തെ ഭട്ടതിരി പ്രശ്നവശാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നൊന്നായി നടന്നുകൊണ്ടിരിക്കുക. എന്റെ നാഗത്താന്മാരെ കാത്തോളണേ. ഏതായാലും നാഗദേവി കടാക്ഷിച്ചതുകൊണ്ട് വൈഷ്ണവി രക്ഷപ്പെട്ടു. രേണു, കുളക്കടവിൽ നല്ല വഴുക്കുണ്ടാവും. ശങ്കുനിയോട് പറഞ്ഞവിടെ വൃത്തിയാക്കണം. ആ സമയം വന്ന പെൺകുട്ടി അവൾ ആരാണോ എന്തോ. ആ എന്തെങ്കിലും ആവട്ടെ, എല്ലാവരും വളരെ സൂക്ഷിക്കുക. നിക്ക് അതാണ് പറയാനുള്ളത്. വൈഷ്ണവി, എന്നാലും ആ പെൺകുട്ടി ഏതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താടാ നീ
ഇവിടെ എത്തിയപ്പോ നിന്ന് കളഞ്ഞ് ദക്ഷകയുടെ വയൽ ഉൾവിളിയും കിട്ടിയോ നിനക്ക്? സത്യം പറഞ്ഞ ഞാനിപ്പോ ഓർത്തത് ദക്ഷയുടെ കാര്യം തന്നെയാടാ. നീ എന്തിനാ ഇപ്പൊ ദക്ഷകയെ പറ്റി ഓർത്തത്? അളിയ, ഈ മുത്തശ്ശൻകാവിലേക്ക് ഇപ്പൊ ആരെയും കയറ്റാത്തതിന്റെ യഥാർത്ഥ കാരണം നിനക്കറിയോ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും കേട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇവിടെ നാഗപഞ്ചമി കഴിയുമ്പോ കാവിലേക്ക് പ്രവേശനം ഉണ്ടാവുന്നല്ലേ അവര് പറയുന്നത്. എന്നാ എനിക്ക് തോന്നുന്നു അതല്ല. ആ ദക്ഷകി നാഗം കാവിലുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിക്കൂടെ കാവിലാരും കയറാൻ പാടില്ല ബോർഡ് തൂക്കിയത്? ഡാ, ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി വെറുതെ എന്തിനാ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത്? നാഗക്കാവിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരാം. അതൊക്കെ എന്തിനാന്ന് അന്വേഷിച്ചു പോയാൽ ഒരെത്തും പിടിയും കിട്ടില്ല. എന്തായാലും നീ വാ, പോവാ. എന്നാ വാ, പോവാ. അളിയ, ദേ അവള്, ആ പെണ്ണ്. പെണ്ണോ? ഇതാരാ? ഡാ, കാവിനകത്ത് പ്രവേശനം നിരോധിച്ചിരിക്കല്ലേ, പിന്നെ ഇവളെങ്ങനെ കയറി? അവൾ അതിലൂടെ ഇതിലൂടെ കേറിട്ടുണ്ടാവും. എടാ, അവളാണോ ഇവളെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനെന്നാ കാവിൽ കണ്ട പെണ്ണില്ലേ, ഇവള് തന്നെ ആയിരിക്കും അത്. ഇവള് ദക്ഷകിയാണെന്നാണോ നീ പറയുന്നത്? പോടാ അവിടുന്ന്. ഏതോ പെണ്ണ് കാവിൽ തൊഴാൻ വന്നാടാ. നിങ്ങളെന്തിനാ കാവിൽ കയറിയത്? കാവിൽ പ്രവേശനമില്ലെന്ന് അറിഞ്ഞൂടെ? അറിയാതെ കയറിപ്പോയതാ. ഇനി കയറാതെ നോക്കിക്കൊള്ളാം. വിട്ടേക്കടാ. നിങ്ങൾ ഏതാ? എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷേ നിങ്ങൾ എല്ലാരും എനിക്കറിയാം. ഞങ്ങളെ എങ്ങനെ അറിയാം? വൈഷ്ണവിയുടെ കൂട്ടുകാരല്ലേ നിങ്ങൾ? ഇയാളുടെ പേര് സുന്ദർ. കറക്റ്റ്. ഈശ്വർ എന്നാണല്ലേ പേര്? അതെ അതെ. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. എന്ന് ഞാൻ പോട്ടെ. എടാ, ഇത് അവള് തന്നെയാണെന്നാ തോന്നുന്നേ. ദേ, നമ്മുടെ പേരൊക്കെ കൃത്യമായിട്ട് ഇവള് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇവൾ ആരാ? അവൾ ആരാണെന്ന് അവൾ പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും പോയില്ലേ? എനിക്ക് തോന്നുന്നത് അവള് നാഗമഠത്ത് മനയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കും. ആ, എങ്കിലിനിയും കാണാമല്ലോ. അപ്പ ചോദിക്കാം. നീ വാ, പോയേക്കാം. അവിടെ നിൽക്കുക. ആരാ? മനസ്സിലായില്ലല്ലോ. ഇവിടുത്തെ കാര്യസ്ഥനാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നാഗമഠത്ത് മനയിലെ കാര്യസ്ഥനെയും തിരുമേനിമാരെയും കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഓഹോ, കുട്ടിയേതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനതൊക്കെ ഇവിടുത്തെ കാര്യസ്ഥനോട് എന്തിനാ പറയുന്നേ? ഇവിടെ അധികാരപ്പെട്ട ആളുകൾ വേറെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞോളാം. എന്നാ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? നിൽക്ക. അതൊന്നും പറ്റില്ല. കുട്ടി ആരാണ്, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാതെ അകത്തേക്ക് വിടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളോടതൊക്കെ പറയാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിൽ മനയുടെ അകത്തേക്ക് പോകാനും പറ്റില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ശങ്കുണ്ണി എന്താ ഇവിടെ? ഈ കുട്ടി ഏതാ? മനസ്സിലായില്ലല്ലോ. ആരാണെന്ന് അറിയാതെ ഞാനും വിഷമിക്കാണ് തിരുമേനി. പറഞ്ഞാലല്ലേ അറിയൂ. മോള് ഏതാ? എവിടുന്ന് വരണു? ഇതാരാ മുത്തശ്ശി? അക്കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ആരാണെന്നല്ലേ നാഗമഠത്തുകാർക്ക് അറിയേണ്ടത്? ഞാൻ നിങ്ങളുടെ ഒരു ബന്ധുവാണ്. ബന്ധുവോ? ബന്ധം ഏത് വഴിയാണെന്ന് പറയൂ. പറയാം. മേലത്തൂരില്ലും ഓർമ്മയുണ്ടോ? മേലത്തൂരില്ലം? ആ, ഈ ഇല്ലത്തിന്റെ തായ്വഴിപ്പെട്ടതല്ലേ? ദൂരെ എവിടെയോ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ എന്റെ ഇല്ലത്തെക്കുറിച്ച്. വളരെ സന്തോഷമുണ്ട് മുത്തശ്ശി. മേലത്തൂർ ഇല്ലത്തുകാരുമായി നമുക്കത്ര അടുപ്പമൊന്നുമില്ലല്ലോ. അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നതായി ഓർക്കുന്നുമില്ല. ഇപ്പൊ ഞാൻ വന്നില്ലേ,
അല്ലേ സാവിത്രി ഇളയമ്മേ? ഇളയമ്മയോ? ആ, ഇതെന്റെ ഇളയമ്മയും രേണുക എന്റെ സഹോദരിയുമായിട്ട് വരും. ഇതെന്റെ മുത്തശ്ശൻ, ഇത് മുത്തശ്ശി. അപ്പോ ബന്ധങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയല്ലോ. ഇത്രയും കൃത്യമായി ബന്ധങ്ങളൊക്കെ ആരാ പറഞ്ഞു തന്നത്? അതെല്ലാം ഞാൻ പിന്നാലെ പറയാം. ഇപ്പൊ ഞാൻ വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഈ സമയത്ത് മേലത്തൂർ ഇല്ലത്തുനിന്ന് ഇവിടെ എങ്ങനെ എത്തിയെന്ന് എല്ലാവർക്കും സംശയമുണ്ടല്ലേ? ആ സംശയം കൂടി തീർത്തേക്കാം. ഇവിടെ നിന്ന് ഒരു പത്രപരസ്യം കൊടുത്തില്ലേ, നാഗമടത്തുകാരുമായി താഴ്വഴി ബന്ധമുള്ളവർ ബന്ധപ്പെടണോന്ന്? ആ പരസ്യം കണ്ടിട്ടാണ് എന്നെ മേലത്തൂർ ഇല്ലത്തുനിന്നും അയച്ചത്. ഓ, അങ്ങനെയാണോ? അതെ, അല്ലാതെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. മുത്തശ്ശിയുടെ സപ്തതി കൂടണ്ടേ, അതിനാ വന്നത്. വന്നതിന് വളരെ നന്ദിയുണ്ട്. ഇത്രയും ദൂരേന്ന് ആ പരസ്യം കണ്ടെത്താൻ തോന്നിയല്ലോ അല്ലേ മുത്തശ്ശി? അതെ, മോളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ഇല്ലത്തെ ഒരു കുട്ടിയെ പോലെ തന്നെയുണ്ട് നിന്റെ മുഖം. എന്താ മോളുടെ പേര്? ദക്ഷിണ. ദക്ഷിണ, നല്ല പേര്. മേലത്തൂർ ഇല്ലത്തിന് കിട്ടിയ ദക്ഷിണ തന്നെയാണേ നീ. കണ്ടാലും അറിയാം. മേലത്തൂർ ഇല്ലത്തെ ആരുടെ മോളാണ് കുട്ടി? അതൊക്കെ പിന്നാലെ ചോദിച്ചറിയാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഏട്ടാ. സാവിത്രി, ദക്ഷിണയെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ശരി അമ്മായി. വരുമോളെ. ശങ്കുണ്ണിയമ്മാവാ, എന്നാ പിന്നെ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. വാ. അല്ല, എന്റെ പേരെങ്ങനെ ആ കുട്ടിക്ക് മനസ്സിലായി? എടോ, തന്റെ പേര് മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരുടെ പേരും ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഓ, എല്ലാം നമ്മുടെ നാഗത്താന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. ഇവിടെ യഥേഷ്ടം വസിക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടുകയില്ല. പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു വിഡ്ഢികൾ. എന്റെ വിശ്വരൂപം ഇവിടെ ആരും തിരിച്ചറിയാൻ പാടില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവരെ വകവരുത്തണം. നാഗമടത്തുകാരുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി ഓരോരുത്തരെയും നശിപ്പിക്കണം.